അടുത്ത പറയട്ടെ, അടുത്ത വീഡിയോ ആക്കിയ ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. സെറ്റിന് ചോദിച്ച ചോദ്യമാണ്. 1 2 3 4 5 വിത്ത് ടോപ്പോളജി ടി ഈക്വൽസ് എക്സ് 5, സെറ്റ് 1 2. Then the closure of set 3 4 is options set 3 4, രണ്ടാമത്തെ സെറ്റ് 3 4 5, മൂന്നാമത്തേത് 2 3 4, നാലാമത്തേത് 1 2 3 4. അതിൻ്റെ ക്ലോസ് സെറ്റ് എടുക്കണം. ക്ലോസ് സെറ്റ് എടുക്കും, ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എക്സും 5ഉം പിന്നെ 3 4 5ഉം വരും അല്ലേ. 3 4 5 ഉള്ളത് 3 4 5ഉം ഉണ്ട്, എക്സും ഉണ്ട്. അതിൽ ചെറുത് 3 4 5 ആണ്. അപ്പോൾ ആൻസർ 3 4 5 എന്ന് വരും. വിശദീകരണം എഴുതണ്ടല്ലേ. അത് സെറ്റിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അടുത്തതാക്കിയല്ലേ, അടുത്തതാക്കിയോ വീഡിയോ? അതും ടോപ്പോളജി തന്നെയാണ്. കുറച്ചുകൂടെ വിഷമമുള്ള ചോദ്യമാണ്. വിഷമം പറഞ്ഞാൽ വലിയ വിഷമമുള്ള ചോദ്യം തന്നെയാണ്. അത് ജനറലായിട്ട് തിയറി പോലത്തതാണ്. അതുകൊണ്ടാണ് ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി എ ടോപ്പോളജിക്കൽ സ്പേസ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ് and a subset of x, then which of the following is true? ഇത് HSSTക്ക് സെറ്റിന് വേണ്ടി ചോദിച്ച ചോദ്യമാണ്. HSSTക്ക് തന്നെയാണ്. then which of the following is true? Option A, interior A intersection interior B equals interior A intersection B. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്റീരിയർ എ സെറ്റ് എക്സ് ബി എ. ഇതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് സബ്സെറ്റാണെന്ന് വിചാരിച്ചു. അത് ക്വസ്റ്റ്യൻ ഇട്ടയാളെൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പം അല്ല. അങ്ങനെ അങ്ങ് വിചാരിച്ചോ. ഇന്റീരിയർ
അത് ശരിയാണ്, ക്വസ്റ്റ്യൻ ഇട്ടവർ അത് ചേർക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതുകൂടെ എ സബ്സെറ്റ് ഓഫ് എക്സ് എന്നല്ലേ പറഞ്ഞേ, ബി സബ്സെറ്റ് ഓഫ് എക്സ് കൂടെ ചേർത്തു, ക്വസ്റ്റ്യൻ അതുകൂടെ ചേർത്തേരെ. ഇന്റീരിയർ എ യൂണിയൻ ഇന്റീരിയർ ബി ഈക്വൽസ് ഇന്റീരിയർ എ യൂണിയൻ ബി. സി ഇന്റീരിയർ എ ഈക്വൽസ് എക്സ് മൈനസ് ഇന്റീരിയർ എക്സ് മൈനസ് എ. Interior A bar equals interior A bar equal to interior of A. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഏതാണ് ശരിയുള്ളതെന്ന്, ഏത് തെറ്റുള്ളതെന്നാണോ? അല്ല, ശരിയുള്ളത് ഒന്നേ ഉള്ളൂ, അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയുള്ളത് എ മാത്രമേ ശരി, ഓർത്തിരുന്നാണ് കേട്ടോ, അത് പ്രൂഫ് എഴുതിയൊന്നും കണ്ടുപിടിച്ചെഴുതാനും നോക്കുകയില്ല. എ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ തെറ്റുള്ളതിന് കൗണ്ടർ എക്സാമ്പിൾ പറയാം, ശരിയുള്ളതിന് പ്രൂഫും പറയാം. അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്നാണ്. ക്ലോസ്ഡ് എ ബി ഒരു ക്ലോസ് സെറ്റാണ്, അതല്ലേ ഏറ്റവും ചെറുത്. അതിൽ വലിയ ഓപ്പൺ സെറ്റ് കാണും, അല്ല ക്ലോസ് സെറ്റ് കാണും, ഏറ്റവും വലുത് അതെനിക്കൊന്ന് റിയലി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? ഉണ്ടോ? ക്ലോഷർ പഠിപ്പിച്ചൊന്നും ഓർക്കുന്നില്ല, ഇൻറ്റീരിയർ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലോഷർ ഈ റിയൽ അനാലിസിൻ്റെ പുസ്തകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു, എന്നാലും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതും എല്ലാ ഇൻ്റർവെലിൻ്റെ അത് തന്നെയാണ്, ഇല്ലേ? ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെയും ഇല്ലേ, ഇത് 4 ഒരുപോലെ ആയിരിക്കും. അത് വേണേൽ റിസൾട്ടായിട്ട് എഴുതിക്കോളാം. ഇതിന് കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആദ്യത്തെ ശരിയാണ്, അത് പിന്നെ പറഞ്ഞാൽ ശരി. തെറ്റുള്ള അറിയാമെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. 3 തെറ്റുണ്ടെങ്കിൽ പിന്നെ മിച്ചമുള്ളത് ശരിയായിരിക്കും, തെറ്റെന്ന് അറിയാമെങ്കിൽ. അതുകൊണ്ട് ആദ്യം അത് പറയാം. ഈ തെറ്റെന്ന് തെളിയിക്കാൻ എളുപ്പമായത്, ശരിയെന്ന് തെളിയിക്കാൻ അത്ര എളുപ്പമല്ല, ഇതിന് പ്രൂഫ് വേണമല്ലോ. മറ്റേ ചുമ്മാ കൗണ്ടർ എക്സാമ്പിൾ എഴുതിയപ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സാമ്പിൾ പറയാം. ഈ എ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 വേണമെന്ന് എടുക്കുക. ബി ഈ 1 തുടങ്ങുന്ന എഴുതണേ, 1 തുടങ്ങുന്നത് വേണമെന്നേ ഉള്ളൂ. 1 2 എടുത്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ക്ലോസ്ഡ് 0 1 എടുത്തു. ക്ലോസ്ഡ് 0 1 തന്നെ എടുത്തു. ഇവിടെ തീരുന്നത് അവിടെ അടുത്ത് തുടങ്ങണേ. അങ്ങനെയാണെങ്കിൽ അല്ല, നമുക്കിതല്ലല്ലോ വേണ്ട, ഇന്റീരിയർ അല്ലേ ഈ റിസൾട്ട് ഇവിടെ ആവശ്യമുള്ളതല്ല കേട്ടോ. ഇന്റീരിയർ അല്ലേ ചോദിച്ചിരിക്കുന്നത്, ക്ലോഷർ അല്ലല്ലോ. അതിന് ക്ലോസിൻ്റെ ലേബിയുടെ ഇന്റീരിയർ എന്ന് അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓപ്പൺ സെറ്റാണ്. ക്ലോസിൻ്റെ ലേബിയുടെ ഇന്റീരിയർ ഓപ്പൺ ഇന്റർലേബിയാണ്. 4 ടൈപ്പ് ഇന്റർവെൽ ഉണ്ടല്ലോ, 4ൻ്റെയും ഇന്റർവെൽ ഇതവിടെ കിടന്നോട്ടെ, ഇതിപ്പോൾ തെറ്റൊന്നും പറയാനില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ എഴുതിയാൽ മതി. ഇന്റീരിയർ ക്ലോസ് ഇന്റർലേബി ഈക്വൽസ് ഇന്റീരിയർ ഓപ്പൺ ഇന്റർലേബി ഈക്വൽസ് ഇന്റീരിയർ ഹാഫ് ഓപ്പൺ ഇന്റർലേബി ഈക്വൽസ് ഇന്റീരിയർ അതും ഹാഫ് ഓപ്പൺ തന്നെ. ഇത് 4ഉം ഓപ്പൺ ഇന്റർലേബിയാണ്, അതുകൂടെ എഴുതണേ. ഏതാ അത് എഴുതിയില്ലേ? ഈക്വൽ ടു ക്ലോസ് ഇന്റർലേബി എന്നും കൂടെ ഉള്ളേ. ശരിയാണ്, ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നില്ലേ, എഴുതിയില്ല. ഇതെല്ലാം തിരിച്ചും ഓപ്പൺ ഇന്റർലേബിയാണ് വരുന്നത്. ഇതിന് കൗണ്ടർ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ കൗണ്ടർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്റർവെൽ തീരുന്ന പോയിന്റ് അടുത്ത് തുടങ്ങണം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇന്റീരിയർ എ എത്ര കിട്ടും? ഓപ്പൺ ഇന്റർവെൽ 0 1 ആണ്. ഇന്റീരിയർ ബിയോ ഓപ്പൺ ഇന്റർവെൽ 1 2 ആണ്. യൂണിയൻ അല്ലേ, എ യൂണിയൻ ബി എത്ര കിട്ടും? 0 2 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ ഇന്റീരിയർ എ യൂണിയൻ ബി എത്ര കിട്ടും? ഓപ്പൺ ഇന്റർവെൽ 0 2. ഇന്റീരിയർ ഓഫ് എ യൂണിയൻ ഇന്റീരിയർ ഓഫ് ബി എത്ര കിട്ടും? 0 1 യൂണിയൻ 1 2. ഇതിനകത്ത് 1 ഇല്ല, ഇതിനകത്ത് 1 ഇല്ലേ? ഇതിനകത്ത് ഒരു പോയിന്റ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും തുല്യമല്ല. തുല്യമാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ ഇത് തീരുന്നത് തുടങ്ങിയാൽ ഇത് കിട്ടത്തുള്ളൂ ഇങ്ങനെ, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ആയി പോകും. നമുക്ക് ഒരുപോലെ വേണ്ടാത്തതാണല്ലോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരെണ്ണത്തിൽ തീരുന്നത് അത് രണ്ടും ക്ലോസ് ഇന്റർവെൽ എടുക്കുകയും വേണം. ഓപ്പൺ ഇന്റർവെൽ എടുത്താൽ കിട്ടത്തില്ല. ഓപ്പൺ ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ, അല്ല അങ്ങനെ എടുത്താലും പറ്റുമെന്ന് തോന്നുന്നു ഇല്ലേ? ഏതായാലും ഇവിടെ പറ്റിയല്ലേ, എന്തായാലും നമുക്ക് ഏതാ ശരിയാണ്. ഓപ്പൺ ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ യൂണിയൻ എടുക്കുമ്പോൾ ഇടയ്ക്കുള്ള പോയിന്റ് നഷ്ടപ്പെട്ടു പോകും. അല്ല എന്നാലും ഇല്ല, എന്നാലും ശരിയാവുമോ? ഇങ്ങനെ എടുത്താൽ ശരിയാവുമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇന്റീരിയർ അത് തന്നെയായിരിക്കും. യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? 0 1 യൂണിയൻ 1 2 അല്ലേ? ഇന്റീരിയർ എ യൂണിയൻ ബി എന്ത് കിട്ടും? ഇല്ല, അത് എങ്ങനെയായിരിക്കും? 0 2 എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? 0 2 എന്ന് പറയാനൊക്കത്തില്ല, കാരണം ഏതായാലും അത് നമുക്ക് ഉത്തരം കിട്ടിയല്ല, അതിനെപ്പറ്റി കൂടുതൽ തലകുണ്ണാക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ട ഉത്തരം കിട്ടിയല്ലോ. ഇത് റിസൾട്ട് തെറ്റാന്ന് തെളിയിക്കാനുള്ള കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. സോ ഇന്റീരിയർ എ യൂണിയൻ ബി അല്ലേ, നോട്ട് ഈക്വൽ ടു ഇന്റീരിയർ എ യൂണിയൻ ഇന്റീരിയർ ബി. ഇതിലേതാ വലിയ സെറ്റ്? ഏതാണ്? ഇതാണ് വലുത് അല്ലേ? ഇതിന്റെ സൂപ്പർ സെറ്റ് ആയിരിക്കും അല്ലേ? ഇന്റീരിയർ എ യൂണിയൻ ബി
സൂപ്പർ സെറ്റ് ഓഫ് അല്ലേ ഇന്റീരിയർ എ യൂണിയൻ ഇന്റീരിയർ ബി. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ശരിയാണ്. ഇവിടെ ശരിയാണ്, എല്ലായിടത്തും ശരിയാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കാം. തിരിച്ചുള്ള ഇൻക്ലൂഷൻ തെറ്റാണ്. തിരിച്ചുള്ള ഇൻക്ലൂഷൻ ശരിയാണ്, രണ്ടും ഒരുപോലെ വരത്തില്ലേ. ദിസ് ഈസ് ട്രൂ ഫോർ എവരി എ ആൻഡ് ബി. അതൊരു റിസൾട്ടായിട്ട് എഴുതിക്കോളെ. ഇന്റീരിയർ എ യൂണിയൻ ബി സൂപ്പർ സെറ്റ് ഓഫ് interior A union interior B, but interior A union B not equal to interior A union interior B. ഒരു വശത്തേക്ക് ഇൻക്ലൂഷൻ ശരിയാകത്തുള്ളൂ, മറുവശത്തേക്ക് അതിൻ്റെ ഞാൻ പ്രൂഫ് പറഞ്ഞില്ല. ഒരു വശത്തേക്ക് ശരിയാണ്, മറുവശത്തേക്ക് തെറ്റാണ്. ഇങ്ങനെയുള്ള റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കാതെ അന്നേരം നിങ്ങൾക്ക് എക്സാമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓർത്തിരുന്നോണം. ഇതൊക്കെ കണ്ടാൽ അങ്ങ് വിട്ടാൽ മതി. അവസാന സമയം അറിയാൻ മേലെങ്കിലേ അതിനെപ്പറ്റി ആലോചിച്ച് തലകൊണ്ടാക്കി കഴിഞ്ഞാൽ അറിയാവുന്ന ചോദ്യം എഴുതാൻ പറ്റാതെ വരും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്, അറിയാൻ മേലായിട്ടല്ല. ഞാൻ സബ്സിഡറി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷ എഴുതിയപ്പോഴേ 2 പേപ്പറുണ്ട് ഒന്നിച്ച്. ആദ്യത്തെ ഒരു ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ആ ചോദ്യം അതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയാം, ചോദ്യമേ കണ്ടിട്ടില്ല. അത് ഒരു പാർട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ 2 പാർട്ടിലൊരു പാർട്ടാണ്. ഇത് ഞാൻ ചെയ്തിട്ടെങ്കിലും കിട്ടുന്നില്ല. എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ ശ്രമിച്ച് 3/4 മണിക്കൂർ എടുത്തിത് ചെയ്തപ്പം പൊടി മുഴുവൻ എഴുതാൻ പറ്റിയില്ല ചോദ്യങ്ങൾ. ഞാൻ BSc പരീക്ഷയുടെ കാര്യമല്ല പറയുന്നത്. BSc മാത്സും അല്ല, BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പം, അല്ല BSc ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം സ്റ്റാറ്റിസ്റ്റിക്സ് സബ്സിഡറി ഉണ്ട്. അന്നത്തെ കാര്യമാണ്. എനിക്ക് ആത്മവിശ്വാസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എഴുതുമ്പോൾ ശരിയാവത്തില്ല. പക്ഷെ ഒടുവിൽ ശരിയാക്കി. പക്ഷേ മുഴുവൻ ക്വസ്റ്റ്യൻ എനിക്കൊരു അന്ന് ഇരട്ടി ചോദ്യമുണ്ട്. 100 മാർക്കാണ്, 200 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. എനിക്ക് 150 മാർക്കിൻ്റെ അറിയാവുന്നതാണ്. ഇതിപ്പം ചോദ്യം കണ്ടപ്പോൾ അറിയാൻ, പിന്നെ എന്തിനാണ് വിട്ടുകളയുന്നത്? അതല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് പോലെ ഉള്ള ബുദ്ധിമുട്ട് ഇതിന് വരികയില്ല. സമയം കൂടുതലുണ്ട്, 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ടതാണ്. മറ്റേ പേപ്പറിൽ 100 കിട്ടി, ഇതിന് 75 കിട്ടി. അങ്ങനെ പറ്റി ഒരിക്കൽ അറിയാമെന്നിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതാണ് ഈ AP A+D A+2D എക്സെട്ര A+2ND അതിൻ്റെ മെയിൻ ഡീവിയേഷൻ കാണാനുള്ള ചോദ്യം. നിങ്ങൾ HSIക്ക് ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഡീവിയേഷൻ കാണാനാണ്. അങ്ങനെ ചോദ്യം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല അതിന് മുമ്പേ. ഞാൻ പഠിക്കുന്ന കാലത്ത് മാത്സിൻ്റെയാണ് സ്പെഷ്യലിസ്റ്റ്. പഠിക്കുമ്പോഴും തന്നെ മാത്സ് സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അത്രയും നമ്മൾ കൂടുതൽ പഠിക്കത്തില്ല. അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ നേരത്തെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരുന്നത് ആ ചോദ്യമൊന്നും പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ചെയ്ത പ്രോബ്ലമാണ് പുഷ്പം പോലെ പെട്ടെന്ന് ചെയ്യത്തില്ലേ. അന്നേരം ഈ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ യൂണിയൻ വരുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമേ, അത് ഏത് സൈഡാണെന്നുള്ളത് ഓർത്തിരിക്കണം. ചിലപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ചിലപ്പോൾ അങ്ങനെ ഓപ്ഷൻ ചോദിക്കാം. ഇനി ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഇനി മൂന്നാമത്തെ C പറയാം. ഈ X എന്ന് പറയുന്നത് റിയൽ ലൈനായിട്ട് എടുക്കുക. റിയൽ ലൈൻ മുഴുവൻ. A എന്നുള്ളത് റാഷണൽ നമ്പറും എടുക്കുക.
സിയെ പറ്റിയാണ് പറയുന്നത്. എക്സ് ആർ എടുക്കുക, എ ഈക്വൽസ് ക്യൂ, റാഷണൽ നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഇൻറ്റീരിയർ എ എത്ര കിട്ടും? അത് ഞാൻ റിയൽ അനാലിസിസ് പഠിച്ചവും പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റാണ് അല്ലേ? അതേതാണ് പഠിപ്പിച്ചിട്ടുണ്ട്. എം ഡി സെറ്റ് ആയിരിക്കും. പക്ഷേ എക്സ് മൈനസ് എ, ആർ മൈനസ് എ എന്താണ്? റിയൽ നമ്പറിൽ നിന്ന് ക്യൂ കുറച്ചാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലേ? അതിന് ക്യൂ ഡാഷ് എന്ന വല്ല പേര് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയർ എന്താണ്? അതിന് നൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ആർ മൈനസ് നൾ സെറ്റ് എന്ന് കിട്ടും, 6 കിട്ടും. ഇതെത്രയാണ്? അപ്പോൾ രണ്ടും തുല്യമല്ലല്ലോ. അപ്പോൾ അത് എഴുതിയാൽ മതി. സിയുടെ കൗണ്ടർ എക്സാമ്പിൾ, ലെറ്റ് എക്സ് ഈക്വൽ ടു ആർ ആൻഡ് എ ഈക്വൽ ടു ക്യൂ. ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇൻറ്റീരിയർ എ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ക്യൂ ഈക്വൽ ടു 5. അത് കൂടുതൽ വിശദീകരിക്കണം. ഇൻറ്റീരിയർ ക്യൂ 5 എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടല്ലേ? ഞാൻ റിയലി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നൾ സെറ്റാന്ന് പറയാൻ കാരണം, ഏത് നെയ്ബർഹുഡിലും റാഷണലും ഇറാഷണലും പോയിന്റ്സ് വരും, സബ്സെറ്റായിട്ട് ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് സ്വയം കൺസ്ട്രക്ട് ചെയ്യാൻ പ്രയാസമായാലും പഠിപ്പിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ പ്രൂഫായിട്ടുള്ളതാണ് ബുദ്ധിമുട്ട്. റിയൽ അനാലിസിൽ ഇങ്ങനത്തെ ചോദ്യം പഠിപ്പിച്ചിട്ടില്ല, ഇതുപോലത്തെ അല്ലേ? അല്ല, അതിനകത്ത് അങ്ങനെ വരികയല്ല. അതുകൊണ്ടാണ് അത് ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ടോപ്പോളജിയുടെ ഭാഗമായിട്ടാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എഴുതിയോ അത്? എക്സ് ഈക്വൽ ടു ആർ, എ ഈക്വൽ ടു ക്യൂ, ഇൻറ്റീരിയർ എ ഈക്വൽ ടു 5, ആർ മൈനസ് എ ഈക്വൽ ടു ആർ മൈനസ് ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ്, ഇൻറ്റീരിയർ എക്സ് മൈനസ് എ എന്ന് വേണം. എക്സ് മൈനസ് എ ഈക്വൽ ടു ആർ മൈനസ് എ, ഇൻറ്റീരിയർ എക്സ് മൈനസ് എ ഈക്വൽ ടു ഇൻറ്റീരിയർ ക്യൂ ഡാഷ്. അത് നൾ സെറ്റ് ആണ് അല്ലേ? അപ്പോൾ എക്സ് മൈനസ് ഇൻറ്റീരിയർ എക്സ് മൈനസ് എ എന്ന് കിട്ടും. ഇൻറ്റീരിയർ എക്സ് മൈനസ് എ, എക്സ് എന്ന് പറയുന്നത് 6 ആണ്, ഇത് 5 ആണ്. അപ്പോൾ 6 എന്ന് കിട്ടിയില്ലേ? പക്ഷേ ഇൻറ്റീരിയർ ഓഫ് എയോ 5 അല്ലേ? സോ ഇൻറ്റീരിയർ ഓഫ് എ നോട്ട് ഈക്വൽ ടു എക്സ് മൈനസ് ഇൻറ്റീരിയർ എക്സ് മൈനസ് എ. ഓപ്ഷൻ സി ഫോൾസ് ആണ് എഴുതണം. ഇവിടെ ഇത് ഓപ്ഷൻ ബി അല്ലേ? ഇവിടെ ഓപ്ഷൻ ബി ഫോൾസ് എന്ന് എഴുതണേ. ഇത് ഓപ്ഷൻ സി ഫോൾസ് എന്ന് കിട്ടി. ഇപ്പൊ 2 എണ്ണത്തിന്റെ അല്ലേ പറഞ്ഞുള്ളൂ? ഇൻറ്റീരിയർ എ ബാർ ഈക്വൽ ടു എ ഇൻറ്റീരിയർ എന്നും പറഞ്ഞിരുന്നുണ്ട് ഇല്ലേ? രണ്ടാമത്തേന് അത് തന്നെ എടുക്കാം നമുക്ക്. ഏതാ? ഇൻറ്റീരിയർ എ ബാർ ഈക്വൽ ടു ഇൻറ്റീരിയർ എ എന്നല്ലേ? ഇത് അപ്പോൾ ആർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 6 എന്നും എ ക്യൂ എന്നും എടുത്തു കഴിഞ്ഞാലേ എ ബാർ എത്ര കിട്ടും? എ ബാറിന് ക്യൂ ബാർ
6 കിട്ടും അല്ലേ? അപ്പോൾ ഇന്റീരിയർ എ ബാർ എന്ത് കിട്ടും? 6 തന്നെ കിട്ടും. പക്ഷെ ഇന്റീരിയർ ഓഫ് എ എന്താണ്? ഇന്റീരിയർ ഓഫ് എ എത്രയാ? എം ഡി സെറ്റ് ആണ്. രണ്ട് തുല്യമല്ലല്ലോ. അത് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നാലാമത്തെ ലെറ്റ് എക്സ് ഈക്വൽ ടു ആർ ആൻഡ് എ ഈക്വൽ ടു ക്യൂ മുമ്പ് എടുത്തത് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ ഓഫ് എ ഈക്വൽ ടു നൾ സെറ്റ് എന്ന് കിട്ടും. ഇന്റീരിയർ എ ആർ ഈക്വൽ ടു 6 കിട്ടും. So interior of A bar not equal to interior of A. തിരിച്ചുള്ള അതിന് മിച്ചമുള്ളത് എ ആണ് അല്ലേ? അത് ശരിയാണ്. അതിൻ്റെ പ്രൂഫ് പറയാൻ. അല്ലെങ്കിൽ പ്രൂഫ് പറഞ്ഞില്ലെങ്കിൽ ഇതിനകത്ത് ഇത് യൂണിയൻ തെറ്റാണ്, ഇന്റർസെക്ഷൻ ശരിയാണെന്ന് പറയുന്നതിൽ രണ്ടും ഒരുപോലെയല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ. ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് ശരിയാണെന്നേ തോന്നുകയുള്ളൂ. അല്ല, പ്രൂഫ് അധികം സമയം വേണ്ട, 5 മിനിറ്റ് വേണം പറയാൻ. ആദ്യത്തെ മിച്ചം കിടക്കുന്നത് അല്ലേ? ഇത് ഒരു സെറ്റ് എ ഈക്വൽസ് ബി തെളിയിക്കാൻ 2 ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യണമല്ലോ. എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ്, രണ്ടും തെളിയിച്ചാലല്ലേ ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇതിൻ്റെ സബ്സെറ്റാണ് തെളിയിക്കണം, പിന്നെ തിരിച്ചുള്ളത് തെളിയിക്കണം. ആദ്യം ഇന്റീരിയർ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് അല്ല, ഇന്റീരിയർ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് ഈക്വൽ ടു ഇന്റീരിയർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇന്റീരിയർ ഓഫ് ബി. ബാക്കി ഇപ്പം എന്നൊക്കെ എഴുതി ഇവിടെ ഉണ്ടോ? അതിന് ഈ ആദ്യമേ ഇത് അതിൻ്റെ സബ്സെറ്റാണെന്ന് തെളിയിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു എക്സ് എടുത്തിട്ട് അത് ഇതിലുണ്ടെന്ന് തെളിയിച്ചാൽ പോരെ. എക്സ് എലമെന്റ് ഓഫ് ഇന്റീരിയർ എ ഇന്റർസെക്ഷൻ ബി. വേണ്ട അങ്ങനെ എഴുതിയാൽ ശരിയാവത്തില്ല. അതിന് വേറെ ഈ ഡെഫിനിഷൻ മാത്രം പോരാ. എക്സ് ഇന്റീരിയറിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമേ there exists a neighborhood u of x such that u subset of a എന്നാണ്. ഈ എക്സ് ഇന്റീരിയറിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം there exists a neighborhood u of, അല്ലെങ്കിൽ there is an open set u containing x such that
യു സബ്സെറ്റ് ഓഫ് എ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എക്സ് ഇൻറ്റീരിയർ എ ഇൻ്റർസെക്ഷൻ ബിയിലാണെങ്കിൽ there exists a neighborhood u of x such that u subset of a intersection b എന്നാണ്. എന്ന് പറഞ്ഞാൽ യു സബ്സെറ്റ് ഓഫ് എയും യു സബ്സെറ്റ് ഓഫ് ബിയും ആവണ്ടേ, അല്ലാതെ പറ്റത്തില്ലല്ലോ. യു എന്ന് പറയുന്നത് എക്സിൻ്റെ നൈബർഹുഡാണ്, അത് എയുടെ സബ്സെറ്റാണ്. അതിൻ്റെ അർത്ഥം എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ എന്നല്ലേ. ഇവിടുത്തെയോ എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ബി. അപ്പോൾ രണ്ടിലും ഉണ്ടെങ്കിൽ ഇൻ്റർസെക്ഷനിലുണ്ടെന്നല്ലേ. ദിസ് ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇൻറ്റീരിയർ ഓഫ് ബി. നമുക്ക് എക്സിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോ ഇൻറ്റീരിയർ എ ഇൻ്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇൻറ്റീരിയർ ബി. ഇനി തിരിച്ചുള്ള ഇൻക്ലൂഷനൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഈക്വലാന്ന് പറയാൻ പറ്റും. അത് തെളിയിക്കാനായിട്ട് എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇൻറ്റീരിയർ ഓഫ് ബി എന്ന് എടുക്കുക. അപ്പോൾ രണ്ടിലും ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് ബി. എക്സ് ഇൻറ്റീരിയർ ഓഫ് എയിൽ ഉള്ളതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? എയർ എക്സിസ് ആൻ ഓപ്പൺ സെറ്റ് യു ആൻഡ് വി, രണ്ടെണ്ണം ഉണ്ട്. യു സച്ച് ഓഫ് എക്സ് ആൻഡ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് യു സബ്സെറ്റ് ഓഫ് എ ആൻഡ് വി സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ എ അല്ല യു ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? സബ്സെറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടത്തില്ലേ. ഇവിടെ യു എന്ന് പറയുന്നത് എ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എയും ബിയും. യു എയുടെ സബ്സെറ്റ് ആയിരിക്കണം, വി ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ ബി എ ഇൻ്റർസെക്ഷൻ നോക്കട്ടെ ശരിയാണോ നോക്കട്ടെ ശരിയാണോ. ഇത് യു എക്സ് ഇൻറ്റീരിയർ എ പിന്നെ അതിന്റെ കൂടെ ഈ ഇന്റർസെക്ഷൻ വരച്ച പോലെ അങ്ങനെ വരച്ചാലും യുവിന്റെ എങ്ങനെ വരും? അപ്പൊ യു ഇന്റർസെക്ഷൻ ശരിയാണ്. അപ്പോൾ യു ഇന്റർസെക്ഷൻ ഈ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ. ബാക്കി പറയാം. നമ്മൾ ഈ ഓപ്പൺ സെറ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോഴേ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ എന്നല്ലേ. അപ്പോൾ യു ഇന്റർസെക്ഷൻ ബി രണ്ടെണ്ണം അല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഓപ്പൺ. ഇറ്റ് ഈസ് എൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ഓർ ഇറ്റ് ഈസ് എ നൈബർഹുഡ് ഓഫ് എക്സ്. ദിസ് നൈബർഹുഡ് ഇന്റർസെക്ട്സ് എ ഇന്റർസെക്ഷൻ ബി. അതിൻ്റെ അർത്ഥം എന്നാണ്? എക്സ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്നാണ്. അപ്പോൾ തിരിച്ചുള്ള ഇൻക്ലൂഷനും കിട്ടി. അതുകൊണ്ട് ഈക്വലാന്ന് പറയാം. യൂണിയൻ്റെ കേസിൽ ഇങ്ങനെ നമുക്ക് തിരിച്ച് ഉള്ളത് കിട്ടത്തില്ല. അത് എഴുതിക്കോളും. അതിൻ്റെ പ്രൂഫ് ടു പ്രൂവ് ദാറ്റ് ഇൻറ്റീരിയർ ഓഫ് അല്ല ഇത് എ അല്ലേ. ടു പ്രൂവ് ദാറ്റ് അതാണ്. എന്നിട്ട് ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് ഇൻറ്റീരിയർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ്. ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് മുഴുവൻ സെൻറ്റൻസ് ഒന്നും കാണത്തില്ല. ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് ഇൻറ്റീരിയർ എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് എ ഇന്റർസെക്ഷൻ ഇൻറ്റീരിയർ ഓഫ് ബി. അത്രേ എഴുതിയല്ലോ.
let x element of interior A intersection B. X element of interior A intersection B. So there exists a neighborhood U of x such that, U subset of A intersection B. U subset of A intersection B. Therefore, U subset of A and U subset of B എന്ന് കിട്ടും. A intersection B subset ആണ്, തീർച്ചയായിട്ടും എയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. U subset of A and U subset of B. Therefore, X intersection X element of interior of A and X element of interior of B implies X element of interior of A intersection interior of B. X element of interior of A intersection interior of B. Therefore, interior A intersection B subset of interior of A intersection interior of B. അത് രണ്ടെന്ന് എഴുതുക. അല്ല, ഒന്ന് രണ്ടല്ല, ഒന്ന്. അത് കഴിഞ്ഞിട്ട് ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇന്റീരിയർ ഓഫ് എ intersection interior of B. Therefore, X element of interior of A and X element of interior of B. അതിനിടയ്ക്ക് സെന്റൻസ് എഴുതാനുണ്ട്. So there exists a neighborhood U of X. There exists a neighborhood U of X such that U subset of A and a neighborhood V of X such that B subset of B. So U intersection B subset of A intersection B. In U intersection B is an open set. U intersection B is an open set containing small x. So X belongs to interior A intersection B. So interior A intersection interior B, interior of A intersection interior B, subset of interior A intersection B. അത് 2 എന്ന് മാർക്ക് ചെയ്യാം. From 1 and 2, we get interior A intersection B equals interior A intersection interior B. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇന്റർസെക്ഷൻ്റെ കാര്യത്തിൽ ഇത് ശരിയാണ്, യൂണിയൻ്റെ കാര്യത്തിൽ ശരിയല്ല. അത് ഒരു ഇൻക്ലൂഷൻ ശരിയാണ്, അതേതാണെന്നും ഓർത്തിരിക്കും. ഒരു വശത്തേക്ക് ശരിയാണല്ലോ. സമയമായോ? 3 5 അത്രയായോ?